ബെസ്റ്റിനെ കണ്ടു, ബെസ്റ്റിയുടെ ഡാൻസ് കണ്ടു. ഞങ്ങളൊരു എൻഗേജ്മെന്റിന് പോവാണ് കേട്ടാ, വൈറ്റില തൈക്കുടം. അവിടെയാണ്, നമുക്ക് അറിയില്ല, നമ്മളിനി മാപ്പിട്ട് പോവും. പിന്നെ ഒരുപാട് വർഷത്തിന് ശേഷം എന്റെ കൂട്ടുകാരിനെ കാണാൻ വേണ്ടി പോവാണ്. എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററിന്റെ എൻഗേജ്മെന്റ് ആണ് കേട്ടാ. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാന്. കാരണം ഒത്തിരി വർഷമായി കണ്ടിട്ട്, അവളെയും കാണാലോ. അയ്യോ, പിന്നെ അതാ ലച്ചു ബാക്കിലിരിക്കുന്നുണ്ട്. സേതുവേട്ടൻ ഭയങ്കര വണ്ടി ഓടിക്കുന്നുണ്ട്, കാണാൻ പറ്റി, ഞാൻ കാണിച്ചത്. സേതുനൊന്നും വയ്യ, ജലദോഷം. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഇന്ന് ഇനി വഴി തെറ്റുമോന്ന് അറിയില്ല, അല്ല മെയിൻ പണി. അപ്പൊ പള്ളിയിലാണ് പരിപാടി. അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടെ, പള്ളിയിൽ ചെന്നിട്ട് കാണാം. ഞാൻ എന്റെ ഫ്രണ്ടിനെയും കൂടെ കാണിച്ചു തരാട്ടെ. നമ്മുടെ പാലാരിവട്ടത്തെ മെട്രോന്റെ പണി ഇവിടം വരെ എത്തിയിട്ടുണ്ട്. പില്ലറൊക്കെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നായില്ലേ ചേട്ടാ? എന്താലേ. ഇനി ഒരു ബിരിയാണി കട കാണിച്ചു തരാം. നമ്മുടെ പാലാരിവട്ടം സിഗ്നലിന്റെ അടുത്തൊരു ചെറിയ കടയാണ്. ഞാൻ അവിടെ പോയിട്ടാണ് അടുത്ത ബിരിയാണി കഴിക്കല് കേട്ടാ. വെയിറ്റ് ചെയ്യാൻ കാണിച്ചു തരാം, എത്താറായിട്ടുണ്ട്. കാണാൻ പറ്റുമോ പോകുമ്പോഴത്തേക്ക്? ഇപ്പൊ ഇങ്ങനെ വെയിലാണെങ്കിലേ വേനൽക്കാലം വരുമ്പോ ഇപ്പൊ തന്നെ പൊള്ളിയിട്ട് പറ്റണില്ലല്ലോ ഇറങ്ങാൻ. നമ്മുടെ വീടിന്റെ അകത്തിരിക്കുമ്പോ ചൂടില്ല. ആ, ടീ ഷോപ്പ് ഇവിടെ ലെഫ്റ്റ് സൈഡ് ഇവിടെ കുഞ്ഞു കട. ആ അതെ, ചെറിയ കടയാണിത്. പാസ് ചെയ്ത് പോയി അവിടെ. അപ്പൊ നമുക്ക് അവിടെയാണ്. അവിടെ എന്താ ചെയ്തിട്ട സ്പെഷ്യല്? അല്ല, എന്താണ് ബിരിയാണി എന്ന് പറയുമ്പോ എന്താണ്? വല്ല സ്പെഷ്യൽ ബിരിയാണിയാണോ? ആളുകൾ വന്ന് കഴിക്കുന്നുണ്ട്, അതുകൊണ്ട്. ബീവി ബിരിയാണി അടിപൊളിയാണ്. ഞങ്ങള് തൃപ്പൂണിത്തറ ഇങ്ങനെ ലോ ബഡ്ജറ്റിന്റെ ഒക്കെ ബിരിയാണി, അത് സെയിം റേറ്റ് തന്നെ ആയിരുന്നല്ലേ തൃപ്പൂണിത്തറന്ന്. അവിടത്തേക്ക് അടിപൊളിയാണെങ്കിലും റൈസിന് അങ്ങോട്ട് ഒരു ഫ്ലേവറും ക്വാളിറ്റി ഇത്തിരി കുറവുള്ള പോലെ ഉണ്ടെങ്കിൽ തോന്നിയിരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഓ, ബീവി ബിരിയാണി എനിക്ക് ഇനി ഇങ്ങനെ പറഞ്ഞ് ഒരു പ്രാവശ്യം ഞങ്ങള് പോണുണ്ട്, ഒരു പ്രാവശ്യം കൂടെ. വീഡിയോ എടുക്കാനല്ല, ഞങ്ങൾക്ക് ആസ്വദിച്ച് കഴിക്കാൻ ഒരു ദിവസം ഞങ്ങൾ പോകുന്നുണ്ട്, അല്ലേ സേതുവേട്ടാ? നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര വെയിലാണ്. എന്താണ് നീ അവിടെ നിക്കാവാ? പിന്നെ കയറി ചെന്നത് ഫസ്റ്റ് എൻ്റെ ഫ്രണ്ടിനെയല്ല കണ്ടത്, നല്ല ലൈവായിട്ട് ഇങ്ങനെ അപ്പം ഇങ്ങനെ ചുട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് ജ്യൂസ് ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ മീനുവിൻ്റെ കസിൻ, എൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ വന്നിട്ടുണ്ടായി. ഞാൻ അവനോട് പറയായിരുന്നു ഞങ്ങളുടെ ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് താടാന്ന് പറഞ്ഞ് അവന് ഫോൺ ഏൽപ്പിക്കുകയാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് മീനു. ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ കാണുന്നത്. ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രാഫ്റ്റ് ചെയ്യും കേട്ടോ. ക്രാഫ്റ്റിൻ്റെ ക്യൂനാണ്. അതുപോലെ തന്നെ അതാ ഇട്ടേക്കുന്ന ഡ്രസ്സും എല്ലാം തന്നെ ഡിസൈൻ ചെയ്ത് തയ്ച്ചതാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് ഒരു ചാനലൊക്കെ ഉണ്ടായി. ഇപ്പം ആക്റ്റീവ് അല്ല. വാട്ടർമെലൺ 22 എന്നാണ് കേട്ടോ ചാനലിൻ്റെ പേര്. ഇപ്പം അങ്ങനെ ഇടാറില്ല. ക്രാഫ്റ്റ് വീഡിയോസൊക്കെയാണ് കൂടുതലും ഇടണത്.
ഇതാണ് ഞാൻ പറഞ്ഞ അനീഷ്. ഭയങ്കര എനർജിയാണ് കേട്ടോ. ചാടി 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 ഇങ്ങനെ നിൽക്കും. ഇവനാണ് കേട്ടോ എനിക്ക് വരാനുള്ള വഴിയൊക്കെ ലൊക്കേഷൻ മാപ്പൊക്കെ ഇട്ടുതന്നത്. എനിക്ക് പണ്ട് മുതലേ അവനറിയാം. പിന്നെ നമ്മൾ ഫുഡിലേക്ക് കിടന്നു. ഫുഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ അപ്പവും സ്റ്റൂ ഒക്കെയാണല്ലോ എല്ലായിടത്തും ഉള്ളത്. ഇവിടെ ഒരു അപ്പവും ഒരു ബീഫ് കുറുമയായിരുന്നു കേട്ടോ. എന്ത് ടേസ്റ്റായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. ലച്ചു ഈ നടക്കണതൊക്കെ പാസ്ത ഉണ്ടോയെന്ന് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ലാസ്റ്റ് പാസ്ത അവൾക്ക് കിട്ടിയില്ല. അതിനുശേഷം സേതുവേട്ടൻ കണ്ടുപിടിച്ച് കൊടുത്തായിരുന്നു കേട്ടോ പാസ്ത. അപ്പം ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ച് വീട്ടിലേക്ക് പോകാന്നുള്ള പരിപാടിയായിരുന്നു. അപ്പോഴാണ് ഡാൻസ് ഉണ്ടെന്ന് അറിഞ്ഞത്. മീനുവിൻ്റെ കസിൻ്റെ ഒക്കെ ഡാൻസ് ഉണ്ട്. ടോട്ടൽ 2 ഡാൻസാണ് കേട്ടോ ഉള്ളത്. എന്നാൽ അതും കൂടി കാണാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സേതുവേട്ടൻ ഗുലാബ് ജാമുനും ഐസ്ക്രീമും വാങ്ങി. ഞാൻ ഐസ്ക്രീം വാങ്ങി. ഗുലാബ് ജാമുൻ എനിക്ക് ഇഷ്ടമല്ല. ലച്ചു ഗുലാബ് ജാമുൻ മാത്രം വാങ്ങി. കാരണം ലച്ചുവിന് ഐസ്ക്രീം ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, അസുഖം ആയതുകൊണ്ട് വാങ്ങിയില്ല കേട്ടോ. ഇതിന്റെ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ചു. ഇഷ്ടപ്പെട്ടു. എവിടെ കൂടി പോണം നമ്മള്? ഞാൻ ഇവിടെ നിൽക്കാം. അപ്പം മീനുവിൻ്റെ കസിൻ്റെ ഒക്കെ ഡാൻസ് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത്. ഒറിജിനൽ പാട്ടല്ല കേട്ടോ നമ്മൾ ഇട്ടേക്കുന്നത്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം നമ്മളൊരു മ്യൂസിക് ഇട്ട് കൊടുക്കും. അങ്ങനെ ലച്ചും ചെയ്തിരണം നമ്മൾ.
എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ എന്റെ ബെസ്റ്റിനെ കണ്ടു, ബെസ്റ്റിയുടെ ഡാൻസ് കണ്ടു, സൂപ്പർ ആയിരുന്നു. അതിനെന്താ, ഞങ്ങള് വിളിക്കുകയൊക്കെ ചെയ്യൂല, പേഴ്സണൽ കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. നിങ്ങൾ എന്നോടൊക്കെ പറഞ്ഞിട്ടാണോ എനിക്ക് വിളിക്കാൻ എന്റെ ബെസ്റ്റീനെ? അപ്പൊ ഫോട്ടോ ഒക്കെ എടുത്ത് അവളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിന് വീട്ടിലേക്ക് പോവാണ്. ഇത്രേ ഉള്ളൂ. മിണ്ടാതിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. ഇതെന്താണ് ഈ ലോറിയുടെ ബാക്ക് നോക്കിയിരിക്കണേ? ആ